വെൽ, അങ്ങനെ റയൽ മാഡ്രിഡിന്റെ നാലാമത്തെ തവണയും ഈ സീസണിൽ നാലാമത്തെ തവണയും ബാർസലോണയുടെ ഫ്ലിക്കിന്റെ പിള്ളർ തോൽപ്പിച്ചിരിക്കുകയാണ്. അതും റഫറിയുടെ കുൽസിത പ്രവർത്തികൾക്കിടയിലാണ് ഇന്നലെ ബാർസലോണ ഒരു കംബാക്കിലൂടെ ആ വിജയം കൈവരിക്കുന്നത്. റയൽ മാഡ്രിഡിന്റെ ഏക ആശ്രയമായിരുന്ന ഈ സീസണിലെ മേജർ ട്രോഫിയിൽ നിന്നൊക്കെ റയൽ മാഡ്രിഡ് പുറത്തു പോയിരുന്നു. പക്ഷേ ഏക കച്ചിത്തുരുമ്പായ ലീഗ് എന്ന ആ ഒരു സ്വപ്നത്തെയാണ് ഇന്നലെ ബാർസലോണയുടെ പിള്ളേർ അവസാനത്തെ ആണിയും തറച്ചത്. ഈ സീസണിൽ 4 പ്രാവശ്യമാണ് റയൽ മാഡ്രിഡും ബാർസലോണയും തമ്മിൽ എൽ ക്ലാസിക്കിൽ ഏറ്റുമുട്ടത്. അതിൽ 4 പ്രാവശ്യം ബാർസലോണ വിജയിക്കുന്നു. 17 ഗോളുകൾ അടിച്ച് 7 ഗോളുകൾ മാത്രം വഴങ്ങി. ഇതിനു മുമ്പ് 4 കളികൾ വിജയിക്കുന്ന വെച്ചാൽ ജോസഫ് പെപ്പ് ഗാർഡിയോള പെപ്പിന്റെ കീഴിലാണെന്ന് ബാർസലോണ വിജയിക്കുന്നത്. ഇതപ്പോൾ ഫ്ലിക്കിന്റെ കീഴിൽ ആദ്യ സീസണിൽ തന്നെ 4 മത്സരങ്ങൾ റയൽ മാഡ്രിഡിനെതിരെ തികച്ചും ആധിപത്യത്തിലാണ് ബാർസലോണ വിജയിക്കുന്നത്. അതും 3 മേജർ ലീഗിൽ നിന്നാണ് റയൽ മാഡ്രിഡ് എടുത്ത് പുറത്താകുന്നത്. ഫസ്റ്റ് കളി നോക്കുകയാണെങ്കിൽ അന്ന് ഫസ്റ്റ് ഫേസിൽ റയൽ മാഡ്രിഡ് ബെർണാബോയിൽ പോയി 4-0 എന്നൊരു വമ്പൻ സ്കോർ ലൈനാണെന്ന് ബാർസലോണ വിജയിക്കുന്നത്. അതിനുശേഷം ജിദ്ദയിൽ വെച്ച് നടന്ന സൂപ്പർ കോപ്പയിൽ 5-2 എന്നൊരു സ്കോർ ലൈനാണ് സൂപ്പർ കപ്പ് നേടുന്നുണ്ട്. പിന്നെ അതിനുശേഷം കോപ്പ ഡെൽറേയിൽ 3-2 എന്ന സ്കോർ ലൈനിൽ റയൽ മാഡ്രിഡ് എടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതിപ്പോ റയൽ മാഡ്രിഡിന്റെ ഏക അത്താണിയായിരുന്ന ആ ലീഗിൽ നിന്ന് വരെ ഇപ്പം ബാർസലോണ പിള്ളേരെടുത്ത് പുറത്താക്കിയിട്ടിരിക്കുന്നു. ഇനി ബാർസലോണയ്ക്ക് 3 കളിയിൽ നിന്ന് വെറും 3 പോയിന്റുകൾ മാത്രം അകലെയാണ് കിരീടം. എന്തായാലും റയൽ മാഡ്രിഡ് പോയിന്റ് എവിടെ ഡ്രോപ്പ് ചെയ്യുന്നു അതിന് മാത്രം ബാർസലോണയ്ക്ക് നേട്ടമാണ്. കാരണം 3 പോയിന്റുകൾ മാത്രം മതി 3 കളിയിൽ നിന്നും. ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ റഫറിങ് എന്റെ മോനെ ഒരു ഇതേപോലത്തെ ഒരു ലോകത്തിലെ ലീഗിൽ കണ്ട ലീഗിൽ പോലും നമ്മളെ ലോക്കൽ കളികളിൽ പോലും ഇത്രമാത്രം കൂറ റഫറിങ്, അതുപോലെ വാർ പോലത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു കളിയായിരിക്കാം എൽ ക്ലാസിക്കോ. ഇത്രയും ആളുകൾ കാണുന്ന ഒരു വിചാരം പോലും ഇല്ലാത്ത കൂറ റഫറിങ് എന്ന് വേണം പറയാൻ. കാരണം തികച്ചും പക്ഷാപാതമായ തീരുമാനങ്ങൾ എന്ന് വേണം പറയാൻ. കാരണം ആ ഫെർമി ലോപ്പസിന്റെ ഫോൾ ആയിരുന്നാലും ചൗമാനീര ഇതായിരുന്നാലും ഇൻസിഡന്റ് നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു രക്ഷയില്ല. കാരണം ഈ ഒരാഴ്ച റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം കളികളില്ലായിരുന്നു. പക്ഷെ ബാർസയെ സംബന്ധിച്ച് മിഡ് വീക്കിൽ ഇന്റർ മിലാനുമായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു. അന്നും ബാർസലോണ ഇന്റർ മിലാനുമായിട്ട് മത്സരം തോറ്റി പുറത്തായി. ആ ഒരു ക്ഷീണത്തിൽ നിന്ന് പോലും ബാർസലോണ പ്ലേയേഴ്സിന് ആ ഒരു അഭാവമൊന്നും ഈ ഇന്നലത്തെ ലീഗ് മത്സരത്തിൽ കണ്ടിരുന്നില്ല. കാരണം ഫസ്റ്റ് കളി തുടങ്ങി 12 മിനിറ്റോളം റയൽ നല്ല വൃത്തിയായിട്ട് പ്രസ് ചെയ്തിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. റയൽ നല്ല വൃത്തിയായിട്ട് പ്രസ് ചെയ്തിരുന്നു. പക്ഷെ ആ 2 ഗോളുകളും ഒരു രക്ഷയില്ല. ആ 2 ഗോളുകളും വരുന്നതെന്ന് വെച്ചാൽ റഫറിങ്ങിന്റെ തെറ്റായ തീരുമാനങ്ങൾ എന്ന് വേണം പറയാം. കാരണം 5ാമത്തെ മിനിറ്റ് തന്നെ ആ ഫൗള് പെനാൽറ്റി വരുന്ന വെച്ചാൽ ആ ഇനിഷ്യൽ ബിൽഡപ്പിൽ എംബാപ്പെ ഓഫ് സൈഡായി വരുന്നുണ്ട്. എന്തുകൊണ്ട് വാർ റഫറി അതിനെ ഓഫ് സൈഡ് വിളിച്ചില്ല? സത്യം പറയല്ലോ, സാധാരണ എല്ലാ ഫാൻ ബേസും മാറ്റി വെച്ച് നമ്മൾ സാധാരണ കളിക്കാരിങ്ങനെ കാണുമ്പോൾ അവിടെ ആ ബിൽഡപ്പിൽ ഓഫ് സൈഡാണ് എംബാപ്പെ നിൽക്കുന്നത്. വാർ റഫറി അവിടെ ഓഫ് സൈഡ് വിളിക്കുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. അവിടെ കുബാർസി ആ ബോളിനെ ക്ലിയർ ചെയ്യാൻ സാധിക്കാതെ എംബാപ്പ തട്ടിയെടുക്കുന്നു. എംബാപ്പ മുന്നേറ്റം നോക്കുന്നു. ചെസ്നിയുടെ ഒരു സോഫ്റ്റ് ബോൾ വരുന്നു. റഫറി അവിടെ പെനാൽറ്റി വിധിക്കുന്നുണ്ട്. പെനാൽറ്റി എംബാപ്പെ സ്കോർ ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് കഴിയാം. ഓക്കെ, അത് പോട്ട്. പക്ഷെ രണ്ടാമത്തെ ഗോൾ ബിൽഡപ്പിൽ തന്നെ യമാലിന്റെ വാൽവേർഡെ ഫൗൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? ഇനിഷ്യൽ കോണ്ടാക്റ്റിൽ റഫറി ഓൺഫീൽഡ് റഫറി കണ്ടില്ല. ഓക്കെ, വാർ ചെക്കിങ്ങിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വാൽവേർഡെ വലിക്കുന്നുണ്ട്, സ്റ്റഡിൽ ചവിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് വാർ റഫറി ഇനിഷ്യൽ കോണ്ടാക്റ്റിൽ ഫൗൾ വിളിക്കുന്നില്ല? പക്ഷെ അവിടെ ആ ഗോൾ വരുന്നു. വിനീഷ്യസിന്റെ ആ ഒരു പാസിൽ ബാർസലോണ ഹൈലൈന് ഭേദിച്ചുകൊണ്ട് എംബാപ്പെ ആ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അതൊക്കെ ഒരു തീരുമാനമല്ല. വാർ ചെക്കിങ് പോലെ ഇത്ര ഒരു കൂറ തീരുമാനം എടുക്കുന്നത് വേറൊരു കളിയിലും കാണാൻ സാധിക്കില്ല. തികച്ചും ഒരു ഓൺ സൈഡ് തീരുമാനം എന്ന് വേണം പറയാൻ. അങ്ങനെ രണ്ടാമത്തെ റോബറി എന്ന് വേണം പറയാം. രണ്ടാമത്തെ ഗോള് റയൽ മാഡ്രിഡ് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ് ഒക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അതുവരെയ്ക്കും മിഡ്ഫീൽഡ് നിറഞ്ഞിരുന്ന മിഡ്ഫീൽഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഡിയോങ്ങും പെഡ്രിയും ആ ഒരു മുന്നേറ്റം അവരുടെ ആ കളി പിന്നെ കാണുന്നുണ്ട്. കാരണം എംബാപ്പയ്ക്ക് സൈഡാക്കി നിർത്തിക്കൊണ്ടാണ് ഡിയോങ്ങിന്റെ പ്രകടനം. അങ്ങനെ ഫസ്റ്റ് ഒരു സെറ്റ് പീസിൽ നിന്ന് ഗാർസിയ ഗോൾ നേടുന്നുണ്ട്, ഷാർക്കിന്റെ അസിസ്റ്റിൽ. അതിനു മുമ്പ് ബാർസലോണ 2 ഷോട്ടുകൾ അടിക്കുന്നുണ്ട്. അവിടെ കോർട്ട് വരെ 2 സൂപ്പർ സേവുകൾ വരുന്നുണ്ട്. അപ്പൊ ആ കോർണറിൽ നിന്ന് ഷാർക്കിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഗാർസിയ ആ 2-1 എന്ന സ്കോർ ലൈൻ ബാർസലോണയെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഗോൾ ലാമിൻ യമാലിന്റെ ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ലാത്ത കവഡ് ഗോൾ. അവിടെ ഫെറാൻ ടോറസിന്റെ നാച്ചുറൽ പൊസിഷനിൽ അല്ലാഞ്ഞിട്ട് പോലും ലാമിൻ യമാലിന്റെ ആ സ്പേസ് ഫെറാൻ ടോറസ് കാണുന്നുണ്ട്. ആ ബോൾ ഫെറാൻ ടോറസ് ലാമിൻ യമാൽ നൽകുന്നുണ്ട്. ലാമിൻ യമാൽ ഒരു സൂപ്പർ ഷോട്ടിലൂടെ ബാർസലോണ 2-2 എന്ന സ്കോർ ലൈൻ എത്തിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഗോൾ, പിന്നെ രണ്ടാമത്തെ ഗോളിന് ശേഷം പിന്നെ റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം മൊത്തത്തിൽ അവരെ സമനില വിട്ടുപോയി. കാരണം മൂന്നാമത്തെ ഗോൾ എന്ന് വെച്ചാൽ സിബല്ലോസും എംബാപ്പയും ആ ബോളിന് വേണ്ടി കൂട്ടിമുട്ടുന്നുണ്ട്. ആ ഒരു കൂട്ടിമുട്ടിൽ നിന്ന് പെഡ്രി ആ ബോൾ കൈക്കലാക്കി നല്ലൊരു പാസ് റാഫിനിക്ക് നൽകുന്നുണ്ട്. റാഫിന് ആ വലത് മൂലയിലേക്ക് അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 2-3 എന്ന സ്കോർ ലൈനിൽ 32ാമത്തെ മിനിറ്റിൽ ബാർസലോണ എത്തുന്നുണ്ട്.
അവിടെയും തീരുന്നില്ല ബാർസലോണയുടെ ആ ഒരു ഹംഗ്രി, ഗോളിനോടുള്ള ആർത്തി എന്ന് വേണം പറയാം. കാരണം ആ ഒരു രണ്ടാമത്തെ ഗോളിന് ശേഷം ബാർസലോണ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി മൊത്തത്തിൽ അങ്ങ് മാറി. അങ്ങനെ നാലാമത്തെ ഗോൾ വാസ്കസിനെ റാഫിനെ പോയി പ്രസ് ചെയ്യുന്നു. റാഫിനെ പോയി പ്രസ് ചെയ്ത് ആ ബോൾ തട്ടിയെടുത്ത് റാഫിനെ ഫിനിഷ് ചെയ്ത് 4-2 എന്ന സ്കോർ ലൈനെ 45-ാമത്തെ മിനിറ്റിൽ ബാർസലോണ കൊണ്ട് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ബാർസലോണ പ്ലേയേഴ്സ് ഒരു രക്ഷയില്ല. കാരണം ഫെറാൻ ടോറസ് നാച്ചുറൽ സ്ട്രൈക്കറാണ്. പക്ഷെ അല്പം ഫാസ്റ്റ് ലൈൻ രീതിക്ക് ഇറങ്ങി വന്ന് അവിടെ ലാമിൻ യമാലിന് അതുപോലെ തന്നെ റാഫിനിക്കും ആവശ്യമുള്ള സ്വാതന്ത്ര്യം, ആവശ്യമുള്ള ഫ്രീഡം അവിടെ കിട്ടുന്നു. കാരണം ഓൾമയും ഫെറാൻ ടോറസ് അല്പം കൂടെ ബേക്ക് ഇറങ്ങി അവർ രണ്ടുപേരും ഫ്രീ ആക്കുന്നു. അവർ ഇന്നലെ ലാമിൻ യമാൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, റാഫിനെ 2 ഗോൾ സ്കോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു രണ്ട് ട്രവേല പാസുകൾ നമ്മളെ ലാമിൻ യമാൽ റാഫിനിക്ക് നൽകുന്നുണ്ട്. രണ്ടും റാഫിനെ മിസ്സാക്കുന്നുണ്ട്. അത് ക്ലിയർ, ഒരു ഹെഡർ വൈഡായി പോകുന്നുണ്ട്, ഒരു ഷോട്ട് അദ്ദേഹത്തെ കൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതും രണ്ടും സൂപ്പർ ഗോൾ സ്കോറിംഗ് ചാൻസ് ആണ്. ഇന്നലെ കളിയിലെ താരം റാഫിനെ ആയിരുന്നു. പക്ഷെ റാഫിനെ പറഞ്ഞത് ഞാനല്ല അർഹാൻ, പെഡ്രിയാണ് അർഹാൻ എന്ന്. കാരണം അതേ 2 സൂപ്പർ ബിഗ് ചാൻസുകളാണ് മിസ് ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അതിനു മുമ്പ് ഒരു ഇത് വരുന്നുണ്ട്, ഫെറാൻ ടോറസിനെ ഫൗൾ ചെയ്യുന്നുണ്ട് ചൗമാനി. ക്ലിയർ ഫൗൾ, ക്ലിയർ റെഡ് കാർഡ് എന്ന് വേണം പറയാം. കാരണം അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ റൈമാന്റെ ഡിഫൻഡേഴ്സില്ല, ഒരു സെന്റർ ഹാഫ് നല്ല ചൗമാനി അവിടെ ഫൗൾ ചെയ്യുന്നുണ്ട് ഫെറാൻ ടോറസിനെ. ബോക്സിന്റെ അടുത്ത് നിന്നാണ്, കാരണം ഫെറാൻ ടോറസ് ചൗമാനിയും കാട്ടി മുന്നിട്ടാണ് നിൽക്കുന്നത്. ചൗമാനി അവിടെ വലിച്ചിടുന്നുണ്ട്. പക്ഷെ അവിടെ റഫറി യെല്ലോ കാർഡാണ് നൽകുന്നത്. സത്യം പ്ലേയേഴ്സ് ആയതല്ല, ഞാൻ കളി കണ്ടിരുന്ന സാധാരണ ആൾക്കാർ പോലും അന്തം വിട്ടുപോയി. കാരണം എന്തുകൊണ്ട് വാർ ചെക്കിങ്ങിൽ പോലും റെഡ് കാർഡ് നൽകില്ല? റെഡ് കാർഡിന് പ്യുവർ റെഡ് കാർഡ് തന്നെയാണ്. കാരണം ഗോൾ സ്കോറിംഗ് ചാൻസ് ആണ്. കാരണം അവരുടെ ബാക്കി ഡിഫൻഡേഴ്സ് ഒന്നും ഇല്ല. ഇനിയിപ്പം ഫെറാൻ ടോറസിന് ആ ബോൾ കൊണ്ട് പോസ്റ്റിലേക്ക് കയറാം, പക്ഷെ അവിടെ റഫറി യെല്ലോ കാർഡ് നൽകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഒരു വിനീഷ്യസിന്റെ ഒരു ബോളിൽ നിന്ന് എംബാപ്പെ 3ാമത്തെ ഗോൾ, അദ്ദേഹത്തിന്റെ ഹാട്രിക് ഗോൾ നേടുന്നുണ്ട്. പക്ഷെ എംബാപ്പെ വേറെ നിന്ന്, കാരണം 3 ഗോൾ അടിച്ചു, റയൽമാഡിന് വേണ്ടി 3 ഗോൾ അടിച്ചു, ഹാട്രിക് നേടി. ഓക്കെ, നല്ലൊരു പെർഫോമൻസ് ആണ് എംബാപ്പെ നൽകിയത്. പക്ഷേ അതിനുശേഷം ആ ഫെർമിൻ ലോപ്പസിന്റെ ഇൻസിഡന്റ്, അത് റഫറി അത് 95-ാമത്തെ മിനിറ്റ് ആണെന്ന് തോന്നുന്നു റഫറി അത് ഫൗൾ വിളിക്കുന്ന. ആ ഒരു സൂപ്പർബ്, അവരുടെ റയൽമാഡിന്റെ ഈ സീസണിലെ മികച്ച താരമായ വാൽവേർഡേനെ മറികടന്നുകൊണ്ടാണ് ഒരു നല്ലൊരു മൂവ്മെന്റിൽ നിന്നാണ് ഫെർമിൻ ലോപ്പസ് ആ ഗോൾ നേടുന്നത്. ആ ഒരു ഇനിഷ്യൽ കോണ്ടാക്ട് എന്ന് വെച്ചാൽ അത് ആ കോണ്ടാക്റ്റിന് ശേഷം, ആ ഹാൻഡ് ബാളിന് ശേഷം ആ ബാൾ വാൽവേർഡെയാണ് തട്ടിയെടുക്കുന്നത്. പക്ഷെ ആ വാൽവേർഡിന്റെ അടുക്ക് നിന്ന് പിന്നീടാണ് വീണ്ടും ഫെർമിൻ ലോപ്പസ് തട്ടിയെടുത്തതിന് ശേഷമാണ് ആ ബിൽഡപ്പിൽ നിന്ന് ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. പക്ഷെ ആ ഇനിഷ്യൽ ഹാൻഡ് ബോൾ വരുന്നത് വാൽവേർഡ് ബാൾ തട്ടിയെടുക്കുന്നതിന് മുമ്പാണ്. കാരണം അവിടെ ഒരു ഇനിഷ്യൽ മൂവ്മെന്റ് വന്നില്ല. ആ മൂവ്മെന്റ് വരുന്ന, ആ ബിൽഡപ്പ് വന്നില്ല. ആ ബിൽഡപ്പ് വരാൻ മുമ്പാണ് ആ ഹാൻഡ് ബോൾ വരുന്നത്. പക്ഷേ അവിടെ വാർ റഫറി അതിനെ പെനാൽറ്റി വിധിക്കുന്നു. ഇതിനുശേഷം ഇപ്പോൾ അതിന്റെ കോൺവെർസേഷനൊക്കെ വരുന്നു. അതൊക്കെ വലിയ വിവാദമൊക്കെ ആകുന്നുണ്ട്. അപ്പൊ 95-ാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിന്റെ ആ ഒരു ഹാൻഡ് ബോൾ റഫർക്ക് ഹാൻഡ് ബോൾ വിളിക്കാം. അപ്പൊ എന്തുകൊണ്ട് ചൗമേനിക്ക് ആ ഒരു ഫെറാൻ ടോറസിന്റെ ആ ഒരു ഷോട്ട് ആ ചൗമനി ഹാൻഡ് കൊണ്ട് തടുക്കുന്നുണ്ട്? എന്തുകൊണ്ട് അത് പിന്നെ റെഡ് കാർഡ് വിളിച്ച്, അത് പിന്നെ പെനാൽറ്റി വിളിച്ചില്ല? അത് സത്യം പറയാലോ, നമ്മള് തികച്ച് റോബറി എന്ന് വേണം പറയാം. കാരണം എല്ലാ റെസ്പെക്ട് നൽകിക്കൊണ്ട് തന്നെ, റഫറിക്ക് എല്ലാ റെസ്പെക്ട് നൽകിക്കൊണ്ട് തന്നെ പറയുന്നത്. ഇതേപോലത്തെ ലോകത്തിലെ ലീഗിൽ ഇതേപോലത്തെ ഒരു കൂറ റഫറിങ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അത് ക്ലിയർ പെനാൽറ്റി തന്നെയാണ്. കാരണം ഫെർമിൻ ലോപ്പസിന് അത് ഹാൻഡ് ബോൾ ആണെങ്കിൽ ഇതും പെനാൽറ്റി തന്നെയാണ്. അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷൻ അല്ല, നാച്ചുറൽ പൊസിഷൻ 50-50 ചാൻസ് എന്ന് പോലും പറയാൻ പറ്റിയില്ല. കാരണം 70% അദ്ദേഹത്തിന്റെ കൈ കറക്റ്റ് കോണ്ടാക്ട് ആണ്. പക്ഷെ അവിടെ റഫറി പെനാൽറ്റി വിധിക്കുന്നില്ല. അങ്ങനെ തികച്ചൊരു റോബറി എന്ന് വേണം പറയുകയാണെങ്കിൽ ബാർസലോണ ഒരു 7 ഗോളിനെങ്കിലും വിജയിക്കേണ്ട കളിയാണ്. കാരണം ആ ഒരു ട്രവേല പാസ് നിന്ന് റാഫിനെ ഗോൾ നേടണം. റാഫിന് 2 ഗോൾ നേടേണ്ടായിരുന്നു. പിന്നെ ഫെറാൻ ടോറസിന് 2-3 ചാൻസുകൾ പറയേണ്ട. മറ്റേ ഫെർമിൻ ലോപ്പസിന്റെ ആ ഒരു മൂവ്മെന്റ്, അതും റയൽമാന്റെ ഈ സീസണിലെ മികച്ച താരത്തിന് മറികടന്നുള്ള ആ മൂവ്മെന്റ്, ഒരു രക്ഷയില്ല. ആ ഗോൾ ഒരു ലോകോത്തര ഗോളായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് എന്ന് വെച്ചാൽ ക്രിസ്റ്റേഴ്സൺ വന്നിട്ട് വിനീഷ്യസിന്റെ ഒരു മൂവ്മെന്റ്, ഒരു ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. സൂപ്പർ ഇന്റർസെപ്ഷൻ. അതുപോലെ തന്നെ ചെസ്നി അവസാന നിമിഷത്തിൽ ഒരു ചെറുക്കന്റെ ഒരു സേവ് നടത്തുന്നത് ഒരു ക്ലിയർ ഗോൾ സ്കോറിംഗ് ചാൻസ് ആയിരുന്നു. കാരണം 4-4 എന്ന രീതിക്കൊക്കെ കൊണ്ട് എത്തിക്കാവുന്ന ചാൻസ് ആയിരുന്നു. പക്ഷെ അവിടെ ചെസ്നി ഒരു ബിഗ് സേവിംഗ് ആണ് നടത്തുന്നത്.
തികച്ച ആധികാരികമായ ഒരു വിജയം തന്നെ എന്ന് വേണം പറയാം. കാരണം റയൽ മാഡ്രിഡ് പോലത്തെ ആ ഒരു ഡെത്ത് ഘട്ടത്തിൽ ആകെ കൂടെ ഉണ്ടായിരുന്നത് കച്ചിത്തുരുമ്പാണ് ലലീഗ. അവിടെ നിന്ന് പോലും ബാർസലോണ ഒരു മെന്റാലിറ്റി, ഒരു രക്ഷയില്ലാത്ത മെന്റാലിറ്റി, ഇത്ര റഫറിങ്, ഇത്ര പിഴവുകൾക്കേറ്റ, ഒരു പഴിവുകൾക്കേറ്റ റഫറിയുടെ കുൽസിത പ്രവൃത്തികൾ എന്ന് വേണം പറയാം, ഒരു ഒറ്റയാൻ തീരുമാനങ്ങൾ എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് പോലും ബാർസലോണയ്ക്ക് റയൽ മാഡ്രിഡ് 4-3 എന്ന സ്കോർ ലൈനും ഒരു വമ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത്. അതും ലീഗിൽ ഇനി വെറും 3 കളിയിൽ, ഇനി എസ്പന്യമായിട്ടുള്ള മാച്ചുണ്ട്, അത്ലറ്റിക് ക്ലബ്ബുമായിട്ടുള്ള മാച്ചുണ്ട്. ബാർസലോണയെ സംബന്ധിച്ചുള്ള ഒരു 2 പോയിന്റുകൾ മതിയാവും ഇനി കിരീടത്തിന് വേണ്ടി. അപ്പം റയൽ മാഡ്രിഡ് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ബാർസലോണ ചാമ്പ്യന്മാരായി. എന്തായാലും ബാർസലോണ തന്നെ ചാമ്പ്യന്മാർ. കാരണം റയൽ മാഡ്രിഡ് എന്തായാലും ഈ സീസണിലെ ലലീഗ റൈസിൽ നിന്ന് പുറത്തായിരിക്കുന്നതല്ല, ബാർസലോണ എടുത്ത് പുറത്താക്കിയിരിക്കുകയാണ്. എങ്കിലും ഈ റഫറിയുടെയൊക്കെ ഈ ഇൻസിഡന്റിനൊക്കെ ഇടയിലും ബാർസലോണ ഒരു വമ്പൻ വിജയമാണ് എൽ ക്ലാസിക്കയിൽ, അതും സീസണിലെ 4ാമത്തെ വിജയം. റയൽ മാഡ്രിഡിനെതിരെ 4ാമത്തെ വിജയമാണ് ബാർസലോണ നേടിയിരിക്കുന്നത്. അങ്ങനെ ബാർസലോണ ഇനി 3 പോയിന്റുകൾ മാത്രം അകലെയാണ് ചാമ്പ്യന്മാരാവാൻ. ഒരു മികച്ച കളിയാണ് ബാർസലോണ സംബന്ധിച്ച് ഇന്നലെ ബാർസലോണയെ ഫ്ലിക്കിന്റെ പിള്ളേർ നടത്തിയിരിക്കുന്നത്. ആ എല്ലാ പ്ലേയേഴ്സും ഒരു ടീം പെർഫോമൻസ് എന്ന് വേണം പറയേണ്ടത്. കാരണം ഈവൻ ഫസ്റ്റ് ആ 12 മിനിറ്റ് ഒരു 12 മിനിറ്റ് മൊത്തത്തിൽ ഇല്ലാതെ പോയ ഡിഫൻസ് വരെ പിന്നെ അതിനുശേഷം നല്ല വൃത്തിയായിട്ട് കളിച്ചു. ഡിയോങ്ങും പെഡ്രിയും ഒരുപോലെ മിഡ്ഫീൽഡിൽ മികച്ച രീതിക്കാണ് പിന്നെ കളിച്ചത്. ഷാർക്കിന്റെ 3 അസിസ്റ്റ് വന്നു, റഫിനിയുടെ 2 ഗോൾ വന്നു, ലാമിൻ യമാൽ സൂപ്പർ പ്രകടനങ്ങൾ, സൂപ്പർ പ്രകടനം തന്നെ വേണം പറയാം. കാരണം ഒരു 2 ട്രവല ക്രോസുകൾ ലാമിൻ യമാൽ നൽകുന്നുണ്ട്. അതുപോലെ ചെസ്സിന്റെ അവസാന സമയത്ത് ആ സേവുകൾ. പിന്നെ റയൽ മാഡ്രിഡിന്റെ അടുത്ത് പറയേണ്ട എംബാപ്പയുടെ ഹാട്രിക് എംബാപ്പ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോർട്ടുവ 2-3 സേവുകൾ ചെയ്തു. പക്ഷെ എങ്കിലും ബാർസലോണ എല്ലാത്തിനെയും മറികടന്ന് മികച്ചൊരു വിജയമാണ് ഇന്നലെ റയൽ മാഡ്രിഡിനെതിരെ നേടിയിരിക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.